ഓക്കെ. ഇപ്പൊ ചില ആൾക്കാർ പറയും നമ്മൾ പുറത്തോട്ടുള്ള ആൾക്കാരെ സ്നേഹിക്കുക അത് വിശ്വസിക്കാൻ പറ്റത്തില്ല, അവിടുത്തെ ആൾക്കാരുടെ അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ അടുത്ത് അവർക്കൊരു വേറെ റിലേഷൻഷിപ്പ്, അങ്ങനെയാണ്. അവർക്ക് ആർക്കും മാരേജ്, കുട്ടികൾ അങ്ങനെയൊന്നും താല്പര്യം ഇല്ല എന്നൊക്കെ ഞാൻ കേട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, കുറെ ആൾക്കാർ ഞാൻ കണ്ടു 3 പേര് സ്നേഹിച്ചിട്ട് കല്യാണം. അങ്ങനെയുണ്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട്. എല്ലായിടത്തും നമുക്ക് 2 ടൈപ്പ് കേരളത്തിലുണ്ടല്ലോ അത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കമ്മിറ്റ്മെന്റിൽ നിന്നോളും. അതിപ്പം അവർക്ക് കുറെ നാളെടുത്തിട്ടേ അവര് മാരേജിലേക്ക് പോകത്തുള്ളൂ. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. ആൾക്കാർ മാരേജ് കഴിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കളയാം, അങ്ങനത്തെ. ഇത് അങ്ങനെയില്ല. അത് കുറെ നാള് നമ്മൾ പോയിട്ട് നോക്കിയിട്ട് അവർക്ക് ഓക്കെയാണ്, അവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുകയാണ് അവരുടെ പ്രയോറിറ്റി പറയുന്നത്. ഒരു ഫാമിലി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അത് കഴിഞ്ഞിട്ടാണ് മാരേജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പോകുന്നത് ഇവർക്ക്. എന്തൊക്കെ വേർഡ്സാ പഠിപ്പിച്ചെടുത്ത് ഇപ്പൊ ദേഷ്യം വരുമ്പം ഈ തെണ്ടിന്നൊക്കെ വിളിക്കുമ്പോ വല്ല മനസ്സിലാവാറുണ്ടോ? Any bad words she teach you? Do you know any bad words? Go for it. Just Chandi. No, really. അതെന്തിനാ അങ്ങനെ പറഞ്ഞു? അതെപ്പോഴാ പറഞ്ഞു കൊടുത്തത്? എനിക്ക് ഇപ്പൊ അറിയണം. Chandi is bad, right? Yeah. അതെന്തിനാ പറഞ്ഞു? Bad words like patti. Patti means dog, right? Yeah.